പ്രേക്ഷകർക്കേറെ സുപരിചിതനായി കൊല്ലം സുധിയുടെ മരണശേഷമാണ് ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത്. റീലുകൾ ചെയ്തിരുന്ന രേണു ഇപ്പോൾ മോഡലിംഗും ചെയ്യുന്നുണ്ട്. അഭിനയത്തിലേക്ക് ചുവട് വെച്ചിട്ടുണ്ട് രേണു. എന്നാൽ രേണു റീൽസും മോഡലിംഗും ചെയ്തു തുടങ്ങിയതിന് പിന്നാലെ തന്നെ രേണുവിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. സുധിയുടെ മരണശേഷം രേണു എന്താണ് ചെയ്തു കൂട്ടുന്നതെന്നാണ് ചിലർ ചോദിക്കുന്നത്. രേണു ഏത് വീഡിയോ ഇട്ടാലും ആ വീഡിയോസിന് താഴെ രേണുവിനെ വിമർശിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ വരാറുണ്ട്. സുധിയുടെ മകൻ കിച്ചുവിനെ രേണു മറന്നെന്നും അവനെ അകറ്റിയെന്നുമാണ് പലരും പറയുന്നത്. കുറച്ചു നാളുകൾക്ക് മുമ്പ് ദാസേട്ടൻ കോഴിക്കോട് എന്ന വ്യക്തിയുമായി റീല് ചെയ്തതിന് പിന്നാലെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് രേണു നേരിട്ടുകൊണ്ടിരിക്കുന്നത്. രേണു കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇപ്പോഴിതാ സ്വന്തമായൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ് രേണു. സുധിയുടെ ഫോട്ടോയായിരുന്നു ചാനൽ നൽകിയത്. രേണു സുധി എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. ഇൻസ്റ്റഗ്രാമിലൂടെ വിശേഷങ്ങൾ പങ്കിടുന്ന സമയം മുതൽ ഇതേ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. കുറേ കാലമായി ഞാനും വിചാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് എല്ലാം ഒത്തുവന്നത്. ചേട്ടൻ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 2 വർഷമാകാൻ പോകുകയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളെ കൈത്താങ്ങായി സഹായങ്ങളൊക്കെയായി കുറേ പേർ കൂടെയുണ്ട്. അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. രേണു, നീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ചിലരൊക്കെ പറയാറുണ്ടായിരുന്നു. അന്നൊന്നും എനിക്കിതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു തന്നിരുന്നു. എന്നാൽ പിന്നെ തുടങ്ങിയേക്കാമെന്ന് ഞാനും വിചാരിച്ചു. കിച്ചുവിനും യൂട്യൂബ് ചാനലുണ്ട്. ഈ ഒരു അവസരത്തിൽ ഒത്തിരി പേരോട് നന്ദി പറയാനുണ്ട്. പേര് പറഞ്ഞാൽ തീരില്ല. സുധിച്ചേട്ട ഒരു പാട്ട് പാടാമോ എന്ന് ചോദിച്ചാൽ ഏട്ടൻ എപ്പോഴും പാടുന്നൊരു പാട്ടുണ്ട്. കാണാനഴകുള്ള എന്ന പാട്ടും രേണു പാടിയിരുന്നു. ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല, എന്നാലും നിങ്ങൾക്ക് മുന്നിൽ പാടാം. ഈ പാട്ട് മാത്രമേ ഏട്ടൻ അറിയുള്ളൂ എന്ന് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. വാവൂട്ട, നിനക്കിതിഷ്ടമാണെന്നായിരിക്കും മറുപടി. എന്തെങ്കിലും പറഞ്ഞ് പിണങ്ങിയിരിക്കുകയാണെങ്കിൽ ഏട്ട ഈ പാട്ട് പാടിത്തരാമോ എന്ന് ചോദിച്ചാൽ പാടിത്തരും. എന്തോ സുധിച്ചേട്ടൻ്റെ പ്രസൻസ് ഇവിടെ കാണും. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. കിച്ചൂട്ടൻ ഇവിടെയില്ല, കൊല്ലത്താണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. എന്നെ സ്നേഹിക്കുന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ കൈത്താങ്ങ് കൂടിയായിരിക്കും ഇത്. ഇതൊരു വരുമാന മാർഗം കൂടിയാണല്ലോ. നല്ല രീതിയിൽ അത്യാവശ്യം വർക്കുകളൊക്കെ കിട്ടിത്തുടങ്ങി. ദേവത എന്ന ചിത്രത്തിലാണ് ഇപ്പോൾ അഭിനയിക്കുന്നത്. ഭയങ്കര സപ്പോർട്ടീവാണ് അവരെല്ലാം. എൻ്റെ വിശേഷങ്ങളെല്ലാം ഇനി ബ്ലോഗിലൂടെയായി നിങ്ങളെ അറിയിക്കാനാകുമെന്ന് പറഞ്ഞായിരുന്നു രേണു സംസാരം അവസാനിപ്പിച്ചത്. ഇന്ന് നേരത്തെ തുടങ്ങിയാൽ മതിയായിരുന്നു. എന്തായാലും നല്ല തീരുമാനം. എല്ലാവിധ പിന്തുണയുമെന്നായിരുന്നു വീഡിയോയ്ക്കുള്ള താഴെ പ്രതികരണങ്ങൾ. അടുത്തിടെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ കിച്ചു പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു. അമ്മയുടെ വീഡിയോസ് വരുമ്പോൾ കാണും, അല്ലാതെ കമൻറ്റുകളൊന്നും നോക്കാറില്ലെന്നും കിച്ചു പറഞ്ഞു. ദാസേട്ടൻ്റെ കൂടി വീഡിയോ ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നുവെന്നും കിച്ചു പറയുന്നു. വീഡിയോ ചെയ്യണ്ട എന്ന് താൻ പറഞ്ഞില്ലെന്നും അത് അമ്മയുടെ ഇഷ്ടമാണെന്നും കിച്ചു പറഞ്ഞു. എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും അച്ഛനാകില്ലല്ലോ എന്നും കിച്ചു പറഞ്ഞിരുന്നു.